ശ്രീ തോമസ് കെ തോമസ്, അങ്ങേക്ക് 5 മിനിറ്റ്. സാർ, ഈ ബഡ്ജറ്റിനെ ഞാൻ നല്ല രീതിയിൽ പിന്തുണയ്ക്കുകയാണ് സാർ. കഴിഞ്ഞ 10 വർഷം കൊണ്ട് കേരളത്തിലെ സാമ്പത്തിക മേഖലയെ ഉത്തേജിപ്പിച്ചുകൊണ്ട് ഒരു നവകേരളത്തിൻ്റെ പുതിയ ഉദയം പ്രഖ്യാപിച്ചുകൊണ്ടുള്ള ഒരു സാമ്പത്തിക ബഡ്ജറ്റാണ് ഇവിടെ നമ്മുടെ പ്രിയങ്കരനായ ധനകാര്യമന്ത്രി അവതരിപ്പിച്ചത്. സാർ, കേന്ദ്രത്തിൻ്റെ നിരന്തരമായ ആക്രമണങ്ങളെ ചെറുത്തുകൊണ്ട് നോട്ട് നിരോധനം മുതൽ കോവിഡ് വരെയുള്ള നാം ഇതുവരെ കണ്ടിട്ടില്ലാത്ത ദുരിതങ്ങളെ അതിജീവിച്ചാണ് നാം ഇപ്പോൾ ഈ നേട്ടത്തിൽ എത്തിയിരിക്കുന്നത്. സാർ, ചെറിയ കാര്യമല്ല. സാർ, ഞാൻ കുട്ടനാട്ടിൽ നിന്ന് വരുന്ന ജനപ്രതിനിധിയാണ്. കുട്ടനാടിനെ സംബന്ധിച്ച് 4 വശവും വെള്ളത്താൽ ചുറ്റപ്പെട്ട കുട്ടനാട്ടിൽ കുടിക്കാൻ വെള്ളമില്ലെന്നുള്ള സങ്കടകരമായ അവസ്ഥയ്ക്ക് പരിഹാരം കണ്ടത് ഈ ഗവൺമെൻറ്റാണ്. സാർ, 615 കോടി രൂപ ഈ ഗവൺമെൻറ്റാണ് കുട്ടനാടിന് വേണ്ടി തന്നത്. സാർ, ഇന്നത് അതിൻ്റെ പൂർണ്ണതയിലെത്തിയിരിക്കുകയാണ്. 9 ടെൻഡറായിട്ട് ടെൻഡർ ചെയ്ത് അതിൻ്റെ വർക്കുകൾ അവസാന ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. എല്ലാ ഗ്രാമങ്ങളിലും എല്ലാ വാർഡുകളിലും പൈപ്പ് ലൈൻ ഇട്ടുകൊണ്ടിരിക്കുന്നു. വളരെ നല്ല രീതിയിൽ ഏറ്റവും നല്ല കമ്പനിയായ ചിക്കാഗോ കമ്പനി അതിൻ്റെ വർക്ക് ഏറ്റെടുത്ത് അതിൻ്റെ പ്ലാന്റ് പൂർണ്ണതയിലേക്ക് എത്തിയിരിക്കുകയാണ്. ഈ സമയത്ത് പല ആൾക്കാരും അതിനകത്ത് അവകാശവാദം ഉന്നയിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ വന്ന വികസന യാത്രയിൽ ഞാൻ പറഞ്ഞ ഒരേ ഒരു കാര്യം, ഈ പദ്ധതി കേരള ഗവൺമെൻറ് മാത്രമാണ്, കേന്ദ്ര ഗവൺമെൻറ്റിനകത്ത് ഒരു പൈസ പോലും തരുന്നില്ല. സാർ, വെള്ളപ്പൊക്ക നിയന്ത്രണമാണ് അടുത്തത്. അതിന് 50 കോടി രൂപ ഈ ബഡ്ജറ്റിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. സാർ, ചാമ്പ്യൻസ് ബോട്ട് ലീഗ് 10 കോടി രൂപ അങ്ങ് തന്നിട്ടുണ്ട്. കുട്ടനാട്ടിലെ ഗ്രാമീണ റോഡുകൾ ഉൾപ്പെടുന്ന അടിസ്ഥാന വികസനത്തിന് അങ്ങ് 100 കോടി അനുവദിച്ചിട്ടുണ്ട്. സാർ, എനിക്ക് റിക്വസ്റ്റ് ഉണ്ട്, പാലങ്ങൾ, കൊച്ചു കൊച്ചു പാലങ്ങൾ അടിയന്തരമായിട്ട്, അതുകൊണ്ട് അടിയന്തരമായി ഈ ഫണ്ട് അനുവദിക്കണം. കാരണം പല റോഡുകളും പാലങ്ങളും ദയനീയാവസ്ഥയിലാണ്. ഈ ദിവസങ്ങളിലൊക്കെയും MLAക്കെതിരെ പേപ്പറുകളിൽ ന്യൂസുകൾ വരുന്നുണ്ട്. അപ്പോൾ അതും കൂടെ അങ്ങോട്ടൊന്ന് മനസ്സിലാക്കിക്കൊണ്ട് അടിയന്തരമായി, കാരണം ഈ വിഷയങ്ങൾ പരിഹരിച്ചെങ്കിൽ മാത്രമേ മുന്നോട്ട് പോകത്തുള്ളൂ. സാർ, നെല്ല് സംഭരണം, അതാണ് എൻ്റെ ഏറ്റവും വലിയ വിഷയം. സാർ, ഞാൻ ഉൾപ്പെടെ കർഷക കുടുംബത്തിൽ ജനിച്ചവരാണ്, കർഷകരാണ്. അപ്പം ഞങ്ങളെ സംബന്ധിച്ച് നെല്ലിന് 30 രൂപ ആക്കിയെങ്കിലും അത് പര്യാപ്തമല്ല സാർ. കുട്ടനാട്ടിൽ കർഷകൻ്റെ കണ്ണുനീര് വീഴുന്നു, അതൊരു വലിയ പ്രശ്നം തന്നെയാണ് സാർ. അതുകൊണ്ട് നെല്ലിൻ്റെ വില 33 രൂപ. ഒരു കത്ത് വന്നതായിട്ട് നമ്മുടെ കൃഷി വകുപ്പ് മന്ത്രി പറയുകയുണ്ടായി. 30 രൂപ അല്ലെങ്കിൽ നമ്മൾ കൊടുക്കുന്ന ഇൻസെൻറ്റീവ് ബോണസ് വളരെ തെറ്റാണെന്നാണ് കേന്ദ്ര ഗവൺമെൻറ് അഭിപ്രായം. അതേ സംബന്ധിച്ച് അദ്ദേഹം പറയും, ഞാനൊരു ഇൻഫർമേഷൻ പറഞ്ഞതേ ഉള്ളൂ. അതാണ് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ എക്സ്പെൻഡിച്ചർ സെക്രട്ടറിയുടെ ഭാഗത്തുനിന്ന് ലെറ്റർ വന്നെന്ന് പറഞ്ഞു കേട്ടു. കൊടുക്കുന്നത് ഇങ്ങനെ കൊടുക്കാൻ പാടില്ല എന്നുള്ള കാര്യത്തിൽ അധികമാണ് സാർ. അവർക്ക് എന്ത് വേണേലും പറയാം, പക്ഷേ നമ്മൾ അനുഭവിക്കുന്ന ദുരന്തം, നമ്മൾ അനുഭവിക്കുന്ന പ്രതിസന്ധി, അതെ, നമ്മൾ അനുഭവിക്കുന്ന പ്രതിസന്ധി വലുത് തന്നെയാണ്. കാരണം കർഷകർ, അങ്ങേക്കറിയാമല്ലോ, 33 രൂപ 50 പൈസ കിട്ടിയെങ്കിലേ കർഷകന് നിൽക്കാനൊക്കത്തുള്ളൂ. അതിനോട് തക്ക സമയത്ത് സാർ, ഈ നല്ല കാര്യങ്ങളൊക്കെ പറയുമ്പം ബെല്ലെങ്കിലും ഒടിച്ചു പഠിപ്പിക്കാതെ. കാരണം ഒന്ന്, തക്ക സമയത്ത് കാർഷിക കലണ്ടർ വേണം. അതിനോടനുബന്ധിച്ച് അവർക്ക് വിത്ത്, വളം, അതിനുള്ള സംവിധാനം ഒരുക്കണം. നെല്ലെടുക്കുന്ന സമയത്ത് തന്നെ PRS എഴുതിയാണ് ഇത് പോയിക്കൊണ്ടിരുന്നത്. അതെല്ലാം മാറ്റം വരുത്തിക്കൊണ്ട് ഉടനടി പൈസ കിട്ടുന്നൊരു സംവിധാനത്തിലേക്ക് ഗവൺമെൻറ് പോയിട്ടുണ്ട്. വളരെ നല്ല കാര്യമാണ്. ആ രീതിയിൽ ഉടനടി അവർക്ക് പൈസ ലഭിക്കുന്ന ഒരു സംവിധാനത്തിലേക്ക് എത്തണം. അതുകൊണ്ട് എനിക്ക് ശക്തമായിട്ട് ഈ സഭയോടും അങ്ങയോടും പറയാനായിട്ടുള്ളത് തന്നെയാണ്, കർഷകൻ്റെ കണ്ണീരൊപ്പണം. അവർക്ക് ആവശ്യമായുള്ള സഹായം ഈ ഗവൺമെൻറ് ചെയ്തു കൊടുക്കണം. 33 രൂപ 50 പൈസ എന്നുള്ള ആ നിലവിലേക്ക് എത്തുവാനായിട്ടുള്ള ഒരു വലിയ സംവിധാനം ഒരുക്കണം സാർ. ഞങ്ങളുടെ തൊഴിലുറപ്പ് തൊഴിലാളികൾ, ഞങ്ങളുടെ പ്രിയപ്പെട്ട സഹോദരിമാർ, അവർക്ക് 5 മണി വരെയാണ്, അത് 4 മണിയാക്കി കുറയ്ക്കാനായിട്ടുള്ളൊരു സംവിധാനം അവിടുന്ന് ഒരുക്കണം. അവരുടെ പൈസ അല്പം കൂട്ടി കൊടുക്കാനുള്ള സംവിധാനം വേണം. ആശാ വർക്കർ കൊടുത്തിട്ടുണ്ട്, അംഗൻവാടികൾ കൊടുത്തിട്ടുണ്ട്, പാചക തൊഴിലാളികൾ കൊടുത്തിട്ടുണ്ട്. ഇതിനൊന്നും നിഷേധിക്കുന്ന നല്ല കാര്യമാണ് സാർ. ഞങ്ങളുടെ പ്രിയപ്പെട്ട സഹോദരിമാർ 100 കണക്കിനാണ്, അവരുടെ 368 രൂപയേ ഉള്ളൂ. അത് പോരാ സാർ. അതുകൊണ്ട് നിന്നൊരു കുടുംബം പുലരത്തില്ല. അതുകൊണ്ട് അങ്ങയുടെ ഒരു ഇടപെടൽ ഈ വിഷയത്തിന് ഉണ്ടാകണം. കാരണം എങ്കിൽ മാത്രമേ സമാധാനപരമായി അവർ കാര്യങ്ങൾ ചെയ്ത് മുന്നോട്ട് പോകാനായിട്ടൊക്കത്തുള്ളൂ സാർ. എനിക്ക് പ്രത്യേകമായിട്ട് പറയാനുണ്ട്, പല പഞ്ചായത്തുകളും പഞ്ചായത്ത് കെട്ടിടം പണിയുന്നതിന് ഞാൻ എഴുതി കൊടുത്തിരുന്നു സാർ. ആകെ ഒരു പഞ്ചായത്ത് കെട്ടിടമാണ് തന്നത്, മുട്ടാർ സാർ. കാവാലം പഞ്ചായത്ത് അത് വളരെയധികം ദരിദ്രമായ അവസ്ഥയിലാണ്, കഷ്ടതയിലാണ്. അതുകൊണ്ട് അടിയന്തരമായി
കാവാലം പഞ്ചായത്ത് പണിയുവാനായിട്ടുള്ള ഫണ്ട് ഈ ബഡ്ജറ്റിൽ തന്നെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് അതിന് ഒരു സംവിധാനത്തിലേക്ക് ഒരുക്കണമെന്ന് പ്രത്യേകമായിട്ട് എനിക്ക് പറയാനുണ്ട്. പല പാലങ്ങളുടെ വിഷയം ഞാൻ പറഞ്ഞു, അതുപോലെ ഗ്രാമീണ റോഡുകളുടെ വിഷയം പറഞ്ഞു. ഇതെല്ലാം ഒന്ന് സഹായിക്കത്തക്ക രീതിയിൽ ഒരു ഫണ്ട് അടിയന്തരമായി കുട്ടനാട് MLAക്ക് അനുവദിച്ച് തരണമെന്ന് പറഞ്ഞുകൊണ്ട് ഈ ബഡ്ജറ്റിനെ സാർ ഞാൻ പിന്തുണച്ചുകൊണ്ട് നിർത്തുകയാണ്.